തിരുവനന്തപുരത്തെ കാഴ്ചകളുമായി വി അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈദ് മുബാറക്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ആഘോഷങ്ങൾ, മറ്റ് ചടങ്ങുകൾ? നമ്മൾ കോഴിക്കോട് കിനാശ്ശേരിയിലെ കാഴ്ചകൾ കണ്ടു. നമ്മൾ മലപ്പുറത്തേക്ക് പോയിരുന്നു, അവിടുത്തെ മസ്ജിദിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ ഈദ്ഗാഹിൽ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ അവിടുത്തെ ചടങ്ങിനെ കുറിച്ചും ആഘോഷങ്ങളെ കുറിച്ചും. ശ്രീജ, പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിലാണ് ഞാനുള്ളത്. പാളയത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് എല്ലാ വർഷത്തെ പുലർത്തവണയും ഈദ്ഗാഹ് നമസ്കാരത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇവിടെയും ഉണ്ട്. 7:30 പാളയം സുഹൈബ് മൗലവി നമസ്കാര ചടങ്ങുകൾ 7:30 ആരംഭിക്കും. ഇപ്പോൾ അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടക്കുന്നത്. പാളയം സുഹൈബ് മൗലവിയാണ് ഈ നമസ്കാരത്തിന് നൽകാൻ പോകുന്നത്. അദ്ദേഹത്തിന് ശേഷം പെരുന്നാൾ സന്ദേശം നൽകുകയും ചെയ്യും. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എല്ലാ പെരുന്നാളിലും, അത് വലിയ പെരുന്നാളിലും ചെറിയ പെരുന്നാളിലും ഒക്കെ അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് സന്ദേശം നൽകുന്ന ഇമാം കൂടിയാണ്. അദ്ദേഹത്തിന്റെ പെരുന്നാൾ സന്ദേശം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും എമ്പൂരാൻ സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിവാദങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ നിൽക്കുന്നു. കലായിൽ പോലും, സിനിമയിൽ പോലും അല്ലെങ്കിൽ കലാരംഗത്ത് പോലും അത്തരത്തിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ എവിടെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നു എന്ന വിമർശനങ്ങൾ ശക്തമാണ്. ആ സാഹചര്യത്തിൽ ഈ പാളയം ഇമാമിന്റെ സന്ദേശം എന്താകുമെന്നതാണ് അറിയേണ്ടത്. വലിയൊരു ആൾക്കൂട്ടം ഇവിടെ, വിശ്വാസികളുടെ വലിയ കൂട്ടം രണ്ട് ഭാഗങ്ങളിലായാണ്. ഒരു ഭാഗത്ത് സ്ത്രീകൾക്കും മറുഭാഗത്ത് പുരുഷന്മാർക്കും നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൃത്യം 7:30 ഇമാമിന്റെ നേതൃത്വത്തിൽ നമസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നതാണ്. കുട്ടികളും പ്രായമായവരും എല്ലാവരും, സ്ത്രീകളുമൊക്കെ പ്രായഭേദമന്യേ ഇത്തരത്തിൽ ഈ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഒന്ന്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിലൊന്ന്, അതിന് ഇന്ന് ഇവിടെ എത്തുകയാണ്. ഈ നമസ്കാരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്ത് സന്ദേശം പങ്കിട്ട, സ്നേഹം പങ്കിട്ടവർ ഇന്ന് ഒരു മാസം നീണ്ട വ്രതനിഷ്ഠയുടെ ഭാഗമായുള്ള ചടങ്ങ് ആഘോഷ പരിപാടികളിലേക്ക് കടക്കും. വളരെ കടുത്ത ചൂടിനെ അതിജീവിച്ചാണ്, നമുക്കറിയാം, ഈ ഒരു മാസം അത്രയധികം ചൂടാണ് സംസ്ഥാനത്ത് പൊതുവിലുണ്ടായിരുന്നത്. അതെല്ലാം മറികടന്നുകൊണ്ടും വിശ്വാസത്തിന്റെ ബലത്തിൽ, വിശ്വാസത്തിന്റെ ശക്തിയിൽ അവർ ഈ നോമ്പുകാലം കഴിച്ചു. ഇപ്പോൾ അവരുടെ ഇന്ന് ചെറിയ പെരുന്നാളാണ്. അതിനുള്ള ആഘോഷ പരിപാടികളിലേക്കാണ് അവർ കടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള ഈദ് നമസ്കാരം 7:30 തന്നെ ഇവിടെ ആരംഭിക്കും. ഇപ്പോൾ തന്നെ വലിയൊരു അളവിൽ വിശ്വാസികൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം പാളയം ഇമാമിന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ചത്. അവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വലിയ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഒത്തുചേരൽ നമുക്ക് കാണാൻ സാധിക്കും. പാളയം ഇമാം നൽകുന്ന സന്ദേശപ്രസംഗത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മൾ ഒരിക്കൽ കൂടി നല്ല കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്, കോഴിക്കോട് കിടാശ്ശേരിയിലേക്ക്. MS അനീഷ് കുമാർ അവിടെ നിന്ന് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കാഴ്ച, അതിനൊരു മാതൃക, ഇതിൽ പരം മറ്റൊന്നും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ഈ എല്ലാ വർഷവും ഇത്തരത്തിൽ തന്നെ നടന്നു വരുന്ന രീതിയാണോ ഇത്? മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചകളൊക്കെ സ്ഥിരം അവിടെ നിന്ന് കാണുന്നതാണ് എന്നുള്ളതാണ് കിനാശ്ശേരിയിലെ നാട്ടുകാരൊക്കെ നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. തീർച്ചയായും
നമ്മൾ ആ കിനാശ്ശേരിയുടെ ആ കാഴ്ചകൾ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈ പെരുന്നാൾ കാലത്ത്, അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ കാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ച. നമുക്ക് ഒരു വശത്ത് ഇപ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നത് കാണാം. മറുവശത്ത് തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഉത്സവ ചടങ്ങുകൾ നടക്കുന്നുമുണ്ട്. അതും രണ്ടും ഒരു 10 മീറ്ററിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴും യാതൊരു അലോസരവും പരസ്പരം ഉണ്ടാക്കുന്നില്ല എന്നതാണ്. നമുക്ക് ഈ തക്ബീർ ധ്വനികൾ ഇപ്പോൾ കേൾക്കാം ഈ ഗ്രൗണ്ടിൽ. എന്നാൽ മറുവശത്ത് തന്നെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ മറുവശം എത്തിയാൽ അവിടെ നമുക്ക് ഈ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം കാണാം. അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നു. അവിടെ ഈ കൊട്ടും പാട്ടും പോലുള്ള ചെണ്ടയുടെ ശബ്ദം മറ്റുമൊക്കെ നമുക്ക് അവിടെ കേൾക്കാൻ കഴിയും. പക്ഷേ ഇതാണ്, ഒരു വശത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ ഒരു ഭംഗവുമില്ലാതെ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് തന്നെ ഒരു 10 മീറ്റർ പോലും വ്യത്യാസമില്ലാതെ ഗ്രൗണ്ടിൽ ഈദ്ഗാഹിൽ ഈ തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നു. പരസ്പരം യാതൊരു അലോസരവുമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. അമ്പല കമ്മിറ്റി ഭാരവാഹികളാണ് ഈ കാര്യങ്ങൾക്ക് സാന്നിധ്യം വഹിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാനായി എത്തിയത്. നമ്മളോട് അവർ നേരത്തെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പരസ്പരം യാതൊരു അലോസരവുമില്ലാതെ ഏവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഇനി ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ അടുത്തതിന് ഈ ഗ്രൗണ്ടിൽ നടക്കേണ്ടത് ആ ക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗമായുള്ള പ്രസാദകൂട്ടാണ്. ആ പ്രസാദകൂട്ട് ചടങ്ങിൽ പങ്കെടുക്കാനായി ഈ ക്ഷേത്ര ഭാരവാഹികൾക്കൊപ്പം ഈ മഹല്ല് ഭാരവാഹികളും എത്തും. നേരത്തെ ഈ ഈദ്ഗാഹ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകൾ ഈ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാനെത്തും. അതാണ് വർഷങ്ങളായുള്ള ഇവിടുത്തെ പാരമ്പര്യമെന്നാണ് പറയാൻ കഴിയുന്നത്. ഒരു റിയൽ കേരള സ്റ്റോറിയായി തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും ചടങ്ങുകൾ ആരംഭിക്കുന്ന കാഴ്ചയിലേക്ക് തന്നെ നമുക്ക് പോകാം. ശരി, MS അനീഷ് കുമാറാണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله